നമസ്കാരം. K20യിലേക്ക് സ്വാഗതം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയായിരുന്നു കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. അബ്ദുൽ നാസർ മഹ്ദിയോടൊപ്പം പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വലിയ കോലിളക്കമുണ്ടാക്കി. ഇത് പൊന്നാനിയിലെ LDFന്റെ തോൽവിയിലേക്ക് നയിച്ചു. 2004 ലഭിച്ച 18 സീറ്റിൽ നിന്ന് 4 സീറ്റിലേക്ക് ഇടതുമുന്നണി ചുരുങ്ങി. ഈ പൊന്നാനി സിൻഡ്രോം CPMന്റെയും LDFന്റെയും പിൽക്കാല രാഷ്ട്രീയ നിലപാടുകളെ കാര്യമായി സ്വാധീനിച്ചു. മഹ്ദിനെ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രസ്താവനയെങ്കിലും ഇറക്കിയിരുന്ന CPMും LDFും അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഉപേക്ഷിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും PDPയോട് അകലം പാലിച്ചു. പുതിയ വോട്ട് ബാങ്കുകളും സൗഹൃദങ്ങളും തേടാൻ തുടങ്ങി. 1977 മുതൽ ലീഗിനെ കൈവിടാത്ത മണ്ഡലമാണ് പൊന്നാനി. ഏറ്റവും കൂടുതൽ തവണ പൊന്നാനിയെ പ്രതിനിധീകരിച്ചത് GM ബനാത്തുവാലയാണ്, 7 തവണ. മണ്ഡല പുനഃക്രമീകരണത്തോടെ നേരത്തെ പാലക്കാട് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന തൃത്താല പൊന്നാനിയിലെത്തിയെങ്കിലും പോയ തെരഞ്ഞെടുപ്പിൽ അതും ഇടതുമുന്നണിയെ തുണച്ചില്ല. ഇതിൽ നിന്നാണ് CPM ആ പാഠം പഠിച്ചത്. 2009 തെരഞ്ഞെടുപ്പിലെ വോട്ട് നില ഇനി പരിശോധിക്കാം. ആകെ പോൾ ചെയ്ത വോട്ട് 7,83,548 ഇതിൽ ET മുഹമ്മദ് ബഷീർ UDF സ്ഥാനാർത്ഥി. അദ്ദേഹം 54.64% വോട്ട് നേടി. 4,27,940 വോട്ടുകളാണ് ET മുഹമ്മദ് ബഷീർ നേടിയത്. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, അദ്ദേഹം 39.88% വോട്ട് മാത്രമാണ് നേടിയത്. 3,12,343 വോട്ടാണ് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിക്ക് ലഭിച്ചത്. ജിനചന്ദ്രൻ മാസ്റ്റർ BJP സ്ഥാനാർത്ഥി. അദ്ദേഹം 4.60% വോട്ട് നേടി. അതായത് 36,016 വോട്ടാണ് ജിനചന്ദ്രൻ മാസ്റ്റർ BJP സ്ഥാനാർത്ഥി നേടിയത്. പൊന്നാനിയിലെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 5 എണ്ണവും UDFന്റേതാണ്. തൃത്താല ഇടതിന് സ്വാധീനമുള്ള മണ്ഡലമായിട്ട് പോലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFനോടൊപ്പം നിന്നു. തൃത്താല ഒഴികെ മറ്റെല്ലാ UDF സീറ്റുകളിലും ജയിച്ചത് ലീഗാണ്, പലതും വലിയ ഭൂരിപക്ഷത്തോടെ. പക്ഷേ മലപ്പുറം പോലെ ലീഗിന്റെ ഉറച്ച കോട്ടയല്ല പൊന്നാനി. എന്നിട്ടും 2004 മലപ്പുറം ഒലിച്ചു പോയപ്പോഴും അഹമ്മദിനെ ജയിപ്പിച്ചു വിട്ടു പൊന്നാനി. പ്രവചനാതീതമാണ് അസംബ്ലി മണ്ഡലങ്ങളിലെ വോട്ടുകൾ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില ഇനി പരിശോധിക്കാം. PK അബ്ദുൾ റബ്ബ്, അദ്ദേഹം തിരൂരങ്ങാടി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. 30,208 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തിരൂരങ്ങാടിയിൽ PK അബ്ദുൾ റബ്ബ് നേടിയത്. താനൂർ നിയോജക മണ്ഡലത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി UDF സ്ഥാനാർത്ഥി. അദ്ദേഹം 9,433 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. തിരൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ UDF സ്ഥാനാർത്ഥി 23,566 വോട്ട് നേടി C മമ്മൂട്ടി. അദ്ദേഹം 23,566 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. അബ്ദുസമദ് സമദാനി കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ 35,902 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. തവനൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്വതന്ത്രൻ KT ജലീൽ. അദ്ദേഹം 6,854 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ പൊന്നാനി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ P ശ്രീരാമകൃഷ്ണൻ CPM സ്ഥാനാർത്ഥി 4,101 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. VT ബൽറാം തൃത്താലയിൽ നിന്ന് മത്സരിച്ചു. 3,197 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VT ബൽറാം നേടിയത്. മലപ്പുറത്തേക്കാൾ സാധ്യതയുള്ള മണ്ഡലമാണ് LDFന് പൊന്നാനി. പൊന്നാനി പിടിക്കാൻ കോൺഗ്രസുകാരനായ V അബ്ദുറഹ്മാനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയാണ് LDF. ഇത് പേയ്മെന്റ് സീറ്റാണെന്ന് UDF പ്രചരിപ്പിച്ചിരുന്നു. KPCC എക്സിക്യൂട്ടീവിലേക്ക് പരിഗണിക്കാത്തതിലുള്ള പ്രതിഷേധമാണത്രേ അബ്ദുറഹ്മാനെ LDFലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ET മുഹമ്മദ് ബഷീറിനെതിരെ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലുള്ള ഒരു വിഭാഗം കോൺഗ്രസുകാരുടെ പടയൊരുക്കം മുതലെടുക്കുകയാണ് CPM. അത്തരം ഒരു നീക്കം ശക്തമായാൽ നിലമ്പൂരിൽ നിന്ന് പൊന്നാനിയിലേക്കുള്ള ദൂരം വ്യക്തമാകും. അതൊരു പക്ഷേ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന വയനാട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി MI ഷാനവാസിനും തിരിച്ചടിയായേക്കും. എന്തായാലും പ്രവചനാതീതം തന്നെയാണ് ഇക്കുറി പൊന്നാനി. ഇർഷാദ് പടന്നയുടെ റിപ്പോർട്ട്. മുസ്ലിം ലീഗിന്റെ ഉറച്ച മണ്ഡലമാണ് പൊന്നാനി. രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങൾക്കൊന്നും ഇത്തവണയും സാധ്യതയില്ല. എങ്കിലും ലീഗിനും മുഖ്യ എതിരാളികളായ CPMനും പുറമെ മറ്റു ചില രാഷ്ട്രീയ ജനകീയ വിഷയങ്ങളും ഇത്തവണ ചർച്ചയ്ക്കുണ്ടാകും. 1952 മുതൽ 14 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ. ആദ്യ 5 തവണ ലോക്സഭ കണ്ടത് ലീഗ് ഇതരർ. ദ്വയാംഗ മണ്ഡലമായിരുന്ന 1952 കേരള മസ്ദൂർ പ്രജാ പാർട്ടിയിലെ K കേളപ്പനും കോൺഗ്രസിലെ കരുണാകര മേനോനും തിരഞ്ഞെടുക്കപ്പെട്ടു. 1962 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ EK ഇമ്പിച്ചി ബാവ വിജയിച്ചു.
സംവരണ മണ്ഡലമായിരുന്ന 1967-ലും 1971-ലും ജയം CPM-നായിരുന്നു. CK ചക്രപാണിയും MK കൃഷ്ണനും ലോക്സഭയിലെത്തി. 1977 മുതൽ പൊന്നാനി എന്നാൽ മുസ്ലിം ലീഗാണ്. ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത മണ്ഡലം. മലയാളികളല്ലാത്ത അഖിലേന്ത്യാ നേതാക്കളെ ലോക്സഭയിലെത്തിക്കാൻ മുസ്ലിം ലീഗ് സധൈര്യം തെരഞ്ഞെടുത്ത മണ്ഡലമാണ് പൊന്നാനി. മഹാരാഷ്ട്രക്കാരനായ GM ബനാത്വാല 1977 മുതൽ 1999 വരെ തിരഞ്ഞെടുക്കപ്പെട്ടത് 7 തവണ. 1980-ൽ ബനാത്വാല പരാജയപ്പെടുത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ ആര്യാട മുഹമ്മദിനെ. ഇടക്ക് 1991-ൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് പൊന്നാനിയിൽ നിന്ന് പാർലമെന്റിലെത്തി. 2004-ൽ E. അഹമ്മദും. ഇക്കാലയളവിൽ വിജയിക്ക് ലഭിച്ച വോട്ട് 50% താഴെയായത് 2 തവണ. E. അഹമ്മദിന് 2004-ൽ ലഭിച്ച 48.8%-മാണ് ഇതിൽ ഏറ്റവും കുറവ്. 1996-ൽ ബനാത്വാലയ്ക്ക് ലഭിച്ച 49.63%-വും ഒഴിച്ചു നിർത്തിയാൽ എല്ലാ തവണയും മികച്ച ഭൂരിപക്ഷം. 2009-ൽ CPI-യിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത് അബ്ദുൽ നാസർ മഅ്ദിനിയെ വേദിയിലിരുത്തി CPM പടനയിച്ചു. മാറിയ മണ്ഡലം. PDPക്കുണ്ടെന്ന് കരുതിയ 50,000-ലധികം വോട്ട്. പൊന്നാനി ചുവക്കാൻ ഇത് മതിയാകുമെന്ന വിശ്വാസത്തിൽ TK ഹംസ മഞ്ചേരി ചുമപ്പിച്ചതിന്റെ ഓർമ്മയിൽ. പക്ഷേ ഇടതു സ്വതന്ത്രനായ ഹുസൈൻ രണ്ടത്താണിയെ 82,684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് ET മുഹമ്മദ് ബഷീർ ഡൽഹിക്ക് വണ്ടി കയറി. അതുകൊണ്ടുതന്നെ അല്പനാൾ മുമ്പ് വരെ സജീവ കോൺഗ്രസുകാരനായിരുന്ന ഒരാളെ CPM സ്വതന്ത്രനായി രംഗത്തിറക്കുമ്പോൾ ആശങ്കകൾ ഒന്നുമില്ലെന്നാണ് ET മുഹമ്മദ് ബഷീർ പറയുന്നത്. അത്യുജ്വലമായ വിജയമുണ്ടാവും. കാരണം വെച്ചാൽ ഒന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഞാനാവട്ടെ വേറെ ആളാവട്ടെ ആരായിരുന്നാലും 5 കൊല്ലം നിങ്ങളുടെ MP എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണമല്ലോ. ഞാനും പറയണം, വേറെ ആളും പറയണം. ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം ഒന്ന്. രണ്ടാമത്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ കൊണ്ട് ഗുണം കിട്ടാത്ത ഒരു മനുഷ്യൻ ഈ നാട്ടിലില്ല. സാധുക്കൾ, രോഗികൾ, എല്ലാവർക്കും ഒന്നുകിൽ പെൻഷൻ അല്ലെങ്കിൽ ആനുകൂല്യം, ഇത് കിട്ടാത്ത ഒരു മനുഷ്യൻ കേരളത്തിൽ സാധുക്കളെ കൊടുത്തില്ല. അങ്ങനത്തെ ഒരു 2 ആളെ ഭൂരിപക്ഷമല്ലേ നമ്മുടെ ഗവൺമെൻറ്റുള്ളൂ. എന്നിട്ട് അത്രയും കാര്യം ചെയ്തു. UPA ഗവൺമെൻറ് എന്തെല്ലാം പോരായ്മ ഉണ്ടെങ്കിലും ശരി, ഈ രാജ്യത്തെ വളരെ മുന്നോട്ട് നയിക്കുന്ന നിയമനിർമ്മാണങ്ങൾ UPA ഗവൺമെൻറ് ഉണ്ട്. ഇന്നിപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന പല സ്കീമിൻ്റെയും പണം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഗുണം, UPAൻ്റെ ഗുണം, UDFൻ്റെ ഗുണം. അതുകൂടാതെ മാർക്സിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ഏറ്റവും വലിയ അപജയത്തിലൂടെ പോവുകയാണ്. അപ്പോൾ ഈ എല്ലാ പോയിൻറ്റും, അത് ജനപ്രതിനിധി MP എന്നുള്ള നിലയിലുള്ള പെർഫോമൻസ്, ദെൻ UPA ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ, UDF ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ, CPMൻ്റെ രാഷ്ട്രീയമായ അപജയം, ഇതെല്ലാം വെച്ച് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം, കഴിഞ്ഞതിനേക്കാൾ നല്ല ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഈ പ്രാവശ്യമുണ്ടാകും പൊന്നാനി. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും UDFന് അനുകൂലം. മലപ്പുറം ജില്ലയിലെ 6ഉം പാലക്കാട് ജില്ലയിലെ തൃത്താലയുമടക്കം 7 നിയമസഭാ മണ്ഡലങ്ങളാണ് മണ്ഡലത്തിലുള്ളത്. പൊന്നാനി ലോക്സഭാ മണ്ഡലം എല്ലായ്പ്പോഴും ലീഗിനൊപ്പം നിന്നപ്പോൾ പൊന്നാനി നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തവണ CPM-നൊപ്പം നിന്നു. പൊന്നാനിയെ കൂടാതെ തവന്നൂരും കഴിഞ്ഞ തവണ ഇടതിനെ തുണച്ചു. മണ്ഡലത്തിന് പരിചിതമല്ലാത്ത ചിലതുകൂടി അല്പനാളുകൾക്കിടയിൽ ഇവിടെ സംഭവിച്ചു. അങ്ങിങ്ങായുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ. ഹൈവേ വികസനത്തിനായി കുടിയൊഴിയുന്നവരുടെ സമരമായിരുന്നു ഇതിൽ പ്രധാനം. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിൽ കൃത്യമായ നിലപാടില്ല എന്നതായിരുന്നു മുഖ്യ പ്രശ്നം. ദേശീയപാതാ വികസനത്തിനുള്ള ഭൂമിക്കായി കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭം സജീവമാണ് പൊന്നാനിയിൽ. മലപ്പുറം ജില്ലയിലെ ഹൈവേ ഭൂരിഭാഗവും കടന്നുപോകുന്നത് പൊന്നാനി മണ്ഡലത്തിലൂടെയാണ്. നിലവിലെ ഹൈവേയോട് ചേർന്ന് താമസിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾ. ഇവരുടെ രോഷം പലകുറി അണപൊട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടിയും കൃത്യമായ നിലപാടെടുത്തില്ലെന്നതാണ് നാട്ടുകാരുടെ ആരോപണം. ഈ ആയിരക്കണക്കിന് ആളുകൾ ഈ ദേശീയപാത ബെൽറ്റിൽ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ്. അത് ഈ ദേശീയപാത വികസിപ്പിക്കുന്നത് BOT അടിസ്ഥാനത്തിലുമാണ്. ഈ സാധുക്കളായ ആളുകളിൽ നിന്നും ഭൂമി തുച്ഛമായ വില കൊടുത്ത് തട്ടിയെടുത്തുകൊണ്ട് സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് ഈ സ്വതന്ത്രമായി സഞ്ചരിക്കാവുന്ന നമ്മുടെ ദേശീയപാതകളെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൂർണ്ണ സമ്മതത്തോടു കൂടി സമ്മതത്തോടു കൂടിയാണ് ഇത്തരം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. പൊന്നാനിയിലെ പ്രക്ഷോഭം സംസ്ഥാന നേതാക്കൾ യോഗം ചേരുന്ന കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ വരെ എത്തി. ലീഗണികൾ നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന മുമ്പില്ലാത്ത അനുഭവം വൻ വാർത്താ പ്രാധാന്യമാണ് നേടിയത്. തണുക്കാത്ത പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഹൈവേ കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ സമിതി അധ്യക്ഷൻ അബുല്ലൈസ് മത്സരരംഗത്തുണ്ട്. വെൽഫെയർ പാർട്ടി, RMP തുടങ്ങിയ കക്ഷികളുടെ പിന്തുണ അബുല്ലൈസിനുണ്ട്. ദേശീയപാത ആക്ഷൻ കൗൺസിലിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നത് ഇരകൾ ഉയർത്തിയ ഈ ആവശ്യങ്ങൾ ഉയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന അഴിമതിക്കെതിരെയും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ വളരെ കാലമായുള്ള വികസനപരമായ പിന്നോക്കാവസ്ഥ മാറ്റുന്നതിനു വേണ്ടി
ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലുള്ള ആയിരങ്ങളുണ്ട് മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ട് നേടാനാകുമെന്ന പ്രതീക്ഷയുണ്ട് അബുല്ലൈസിന്. ഇവിടെ വികസന പദ്ധതികളുടെ മറവിൽ നടക്കുന്ന കൊടും കൊള്ളയാണ്. ദേശീയപാത വിഷയം അതിലൊന്നു മാത്രം. എൻഡോസൾഫാൻ സമരസമിതിയും അതുപോലെ തന്നെ കാതിക്കുളം സമരസമിതിയും ഗെയിൽ സമരസമിതിയും അതിവേഗപാത വിരുദ്ധ സമിതിയുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് വികസനത്തിൻ്റെ മറവിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നടത്തി വരുന്ന പച്ചയായ കൊള്ളയാണ്. ഇതിലൂടെയൊക്കെ കോടികൾ സമ്പാദിക്കുക എന്നതല്ലാതെ ഇവിടെ വികസനം വരണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ വികസനമാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഈ ദേശീയപാതയോരത്തെ ഇരകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 30 മീറ്റർ വിട്ടുകൊടുക്കാൻ തയ്യാറായതാണ്. ആ ആളുകളെയാണ് ഇവർ ദേശദ്രോഹികളെന്നും തീവ്രവാദികളെന്നും വിളിക്കുന്നത്. 30 മീറ്റർ സ്ഥലമെടുത്താൽ തന്നെ 6 വരിയിൽ സുഖമായിട്ട് പാത പണിയാം. ആ കാര്യം ഇവിടെ തെളിഞ്ഞതാണ്. കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീറിനെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ഇക്കുറി കുടിയൊഴിപ്പിക്കലിന് എതിരാണ്. രൂക്ഷമായ പ്രതികരണങ്ങളാണ് MPക്കെതിരെ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നത്. ഞങ്ങൾ MP ET മുഹമ്മദ് ബഷീർ ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് നിരന്തരം ഞങ്ങൾ ഫോൺ കോളുകൾ ചെയ്യുമ്പോഴും അദ്ദേഹം ഫോൺ പോലും എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ ഇടത് MLA-മാരും വലത് MLA-മാരും വലത് MP-മാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് വേറെ മാർഗ്ഗമില്ല. അവരിപ്പോൾ ഞങ്ങളെ തേടി വരികയാണ്. ഇപ്പോൾ MP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ സമയത്ത് പൊങ്ങുകയും അതേസമയം ഇലക്ഷൻ കഴിഞ്ഞാൽ മുങ്ങുകയും ചെയ്യുന്ന അതാണ് MP എന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുങ്ങുക പൊങ്ങുക, അതാണ് ഈ മലപ്പുറം ജില്ലയിലെ MP-മാരുടെ സാഹചര്യം. അതാണ് അത് അങ്ങനെ ഒരു ഈസി വാക്കുവറായി ഞങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കുക. എന്നാൽ ഇക്കാര്യത്തിൽ ലീഗിനെ പിഴച്ചിട്ടില്ലെന്നാണ് ETയുടെ പക്ഷം. ഓട് വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു NH വീതി കൂട്ടുന്നു, അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കോസ്റ്റ് ഹൈവേ ഇതുപോലെ ഒന്നും കോസ്റ്റ് ഹൈവേ ആകെ ടിപ്പു സുൽത്താൻ റോഡ് 25 മീറ്ററാണ്, അത് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതിനെന്താ മാർഗം എന്ന് വെച്ചാൽ അവർക്ക് ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടണം. ന്യായമായ കോമ്പൻസേഷൻ കിട്ടിയാലേ അവർക്ക് അവിടുന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഭൂമി അങ്ങ് ജീവിക്കാനൊക്കെ. അതിന് ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട്. അതുകൊണ്ടാണല്ലോ അതിപ്പോൾ നിൽക്കുന്നത്. അതായത് ഒഴിപ്പിക്കേണ്ടത് നമുക്ക് വികസനം വേണ്ടി വന്നാൽ കുറച്ച് ഭൂമിയും ഒഴിയേണ്ടി വരും, അത് സംശയമില്ല. പക്ഷേ അവർക്ക് അർഹമായിട്ട് കോമ്പൻസേഷൻ വ്യക്തമായിട്ട് ഉറപ്പ് വരുത്താതെ അവരവിടുന്ന് നീക്കാൻ പാടില്ല. ആ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾ ഓപ്പണായിട്ട് എടുത്തിട്ടുള്ളത്. അത് വന്നിട്ട് മതിയല്ലോ, അത് വന്ന് ഗവൺമെൻറ് പറയട്ടെ. ഗവൺമെൻറ് പറയാമെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം, ഗവൺമെൻറ് പത്രത്തിൽ പരസ്യം ചെയ്യണം. ഇന്ന ഏക്കറിന് ഇത്രയൊക്കെ കൊടുക്കാൻ പോകുന്നു. ക്ലിയറോ വന്നാൽ പിന്നെ തൽക്കല്ലല്ലോ, അത് നടന്നിട്ട് മതിയല്ലോ, അത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഈ വലിയ വിവാദത്തിലൊന്നും പോയി ആളുകളായിട്ട് ബഹളം കൂട്ടാനൊന്നും ഞങ്ങളാരുമില്ല. അത് അവർക്ക് അർഹമായ കോമ്പൻസേഷൻ വാങ്ങിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ഒരു പോളിസി, ഞങ്ങളുടെ പാർട്ടിയുടെയും പോളിസി അതാണ്. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റു വികസന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ET മത്സരരംഗത്തിറങ്ങുന്നത്. ഡൽഹിയിലെ തിരക്കൊഴിഞ്ഞ നേരങ്ങളിലൊക്കെ മണ്ഡലത്തിലെ തന്റെ സാന്നിധ്യം MP ചൂണ്ടിക്കാട്ടുന്നു. എനിക്കത് നല്ല ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് തിരക്കുണ്ട്, ഞാൻ പാർട്ടീൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, എപ്പോഴും എനിക്ക് വോട്ടാണ്. പക്ഷെ അതൊന്നും ഞാൻ നോക്കാറില്ല. എങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ സമയം കണ്ടെത്തി ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഉണ്ടാവാറുണ്ട്. അവിടെ എന്നെ കണ്ടില്ല, എന്നെ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി എൻ്റെ മണ്ഡലത്തിൽ ആളുകൾക്ക് ഇല്ലാത്ത വിധം ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ 7 മണ്ഡലമാണ്, എത്രയോ 10-50 മേലെ പഞ്ചായത്തുകളുടെ എല്ലായിടത്തും എത്താൻ പറ്റില്ലെങ്കിലും മാക്സിമം ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സാന്നിധ്യം ഞാൻ അവിടെ സജീവമായിട്ട് ഉറപ്പുവരുത്തിയില്ല. പ്രധാന വികസന വിഷയമായ റെയിൽവേയിലെ നിരവധി പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ നടന്നു. ഈ എല്ലാ സ്റ്റേഷനിലും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ MP ഫണ്ടൊന്നും ഉപയോഗിച്ച് ചെയ്താലല്ല, അല്ലാതെ ഗവൺമെൻറ് എന്ന ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് 14.55 കോടി ഉറുപ്പിക ഈ രംഗത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ്. രണ്ടാമതൊരു സംഗതി എന്ന് പറയുന്നത് വണ്ടികളുടെ സ്റ്റോപ്പ് എല്ലാ MLA-മാരുടെയും MP-മാരുടെയും പ്രധാന പ്രശ്നമാണ്. കുറ്റിപ്പുറത്ത് യശ്വന്തപൂർ എക്സ്പ്രസ് നിർത്താൻ ഉത്തരവിട്ടിച്ചു, അത് നിർത്താൻ തുടങ്ങി. മനസാഗർ എക്സ്പ്രസ് നമ്മുടെ ഇവിടെ തിരൂർ നിർത്തി, കാരണം അജ്മീറിലേക്കൊക്കെയുള്ള യാത്രക്കാരുള്ളതാണ്. ഇൻ്റർസിറ്റി 1 പരപ്പാണി നിർത്തി, 1 താനൂർ നിർത്തി. 4 വണ്ടികളുടെ സ്റ്റോപ്പ് അതിൻ്റെ ഫലമായിട്ട് അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ROBകളുടെ കാര്യം. എത്രയോ കാലമായി മുടങ്ങിക്കിടന്നാണ് അവിടുത്തെ ROBകൾ. പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു, നളമരുതൂരും ഉദ്ഘാടനത്തിലേക്ക് എത്തി, തിരുനാവായയും കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എത്രയോ കാലമായിട്ട് മുടങ്ങിക്കിടന്ന 3 ROBയും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ROB വരുന്ന സമയത്തുള്ളൊരു പ്രശ്നം, ആൾക്ക് അതിൻ്റെ റോഡ് പിന്നെ അത് ഗേറ്റ് ക്ലോസ് ആയി പോകുമല്ലോ, അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ട്
പരപ്പങ്ങാടിയിലും ദേവദാറിലും രണ്ടിടത്തും അണ്ടർ പാസേജ് പാസ്സായി ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. തിരുനാവായ അണ്ടർ പാസേജ് നടക്കില്ല, അവിടെ റോഡ് ഓവർബ്രിഡ്ജും പാസ്സായി. അങ്ങനെ ആ 3 പ്രശ്നം അങ്ങനെയും തീർക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. 35 കോടി രൂപ ചിലവിൽ പൊന്നാനി ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. 75% കേന്ദ്രവിഹിതത്തോടെയുള്ള താനൂർ ഹാർബറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കുറ്റിപ്പുറം പുതുപ്പൊന്നാനി ഹൈവേയുടെയും തീരദേശ ഹൈവേയുടെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാനായത് മികവായി MP ചൂണ്ടിക്കാട്ടുന്നു. PMGSY എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി, ആ പദ്ധതി പ്രകാരം 15 കോടി ഉറുപ്പികയുടെ റോഡാണ് എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 15 കോടി ഉറുപ്പികയുടെ 17 റോഡുകളാണ് എനിക്ക് അനുവദിച്ച് കിട്ടിയത്. മാത്രമല്ല ഈ PMGSY പദ്ധതി തന്നെ 8 മീറ്ററുള്ള റോഡായിരുന്നു ഇവരെടുക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ 6 മീറ്റർ ആക്കിയിരുന്നു. പക്ഷെ അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. അതെല്ലാം ഇവിടെ ജില്ലാതല റിവ്യൂ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിട്ട് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംഖ്യ നമുക്ക് കിട്ടിയതും റോഡ് ആരംഭിക്കാൻ കഴിഞ്ഞു. എല്ലാം ആരംഭിക്കാൻ കഴിഞ്ഞിട്ട് അതിൽ ടെൻഡറിൽ ചിലത് എടുത്തിട്ടില്ല, എടുത്തതൊക്കെ എടുത്തു, ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ കുറ്റിപ്പുറത്ത് നിന്ന് പിന്നെ പുതുപ്പന്നാനി വരെയുള്ള റീച്ച് 58 കോടിയാണ്. 38 കോടി എന്ന് ആദ്യം, അതിൻ്റെ എബവും കൂടി വന്നപ്പോൾ 20 കോടി, 58 കോടി അത് കിട്ടി. അതുപോലെ തന്നെ പഴയ NH ഉണ്ട്, അതായത് നമ്മുടെ ഇവിടുന്ന് തന്നെ പിന്നെ നമ്മൾ തൃക്കണാപുരം വഴി പോകുന്ന, തൃക്കണാപുരം നരിപ്പറ്റ വഴി പോകുന്ന, കുറ്റിപ്പുറത്ത് തൃക്കണാപുരം നരിപ്പറ്റ വഴി പോകുന്ന അതിനും 17 കോടി ഉറുപ്പിക അതിനു വേണ്ടി അനുവദിച്ച് കിട്ടി. അതും വർക്ക് ചെയ്യാൻ തുടങ്ങി, രണ്ടിടത്തും വർക്ക് നടക്കുകയാണ്. പിന്നെ വേറെ പ്രധാന നേട്ടം തന്നെ കോസ്റ്റൽ ഹൈവേ ആണ്. കോസ്റ്റൽ ഹൈവേക്ക് ശരിക്കും പറഞ്ഞാൽ 2000 കോടി ഉണ്ട്. അത് വല്ലാർപാടം കണ്ടെയ്നർ തൊട്ട് ഫ്രാൻസ് റോഡ് വരെയാണ്. അതിൽ 117 കോടിയുടെ ആദ്യത്തെ റീച്ച് കിട്ടിയത് എൻ്റെ മണ്ഡലത്തിലാണ്. അവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ സ്പീഡ് പോയിരുന്നു. അപ്പോൾ സ്ഥലം കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് ഏതായിരുന്നാലും ഈ എൻ്റെ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു റോഡാണ് അതിൻ്റെ ഫലമായിട്ട് വന്നത്. സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ തന്റെ സംഭാവനകളെയും എടുത്തുകാട്ടുന്നു അദ്ദേഹം. ഒരു സോഷ്യൽ വെൽഫെയർ കോംപ്ലക്സ് നമ്മുടെ തവനൂരില്ലേ, അവിടെ 5 സ്ഥാപനങ്ങളുണ്ട്. റെസ്ക്യൂ ഹോം, പ്രതീക്ഷാലയം, പിന്നെ വൃദ്ധസദനം, അതുപോലെ മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളെ നോക്കുന്ന സംഗതി, അതുപോലെ സ്ഥാപനം. ഈ 5 എണ്ണം സമഗ്രമായിട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് അവിടെ 34 കോടി ഉറുപ്പികയുടെ 33.50 ലക്ഷം വലിയ കോംപ്ലക്സ് വരികയാണ്. എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാർ, റെസ്ക്യൂ ഹോമിലുള്ളവർ, അബലാമ നിരം, ഇതെല്ലാം കൂടി കേരളത്തിലെ ഏറ്റവും നല്ല സാന്ത്വന കേന്ദ്രമാക്കി അത് മാറ്റുകയാണ് തവനൂർ. അതിൻ്റെ ഉദ്ഘാടനം നാളെയാണ്. അപ്പോൾ അതുപോലുള്ള സംഗതികൾ. വേറൊരു രംഗം ആരോഗ്യരംഗമാണ്. ആരോഗ്യരംഗത്തെന്ന് പറഞ്ഞാൽ 4 ഡയാലിസിസ് കേന്ദ്രങ്ങൾ അതിൻ്റെ ഇതിൽ വന്നത്. അതായത് തിരൂര്, തിരങ്ങാടി, പൊന്നാനി, പിന്നെ ചാലിശ്ശേരി, 4ഉം ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഒരു MP ആരോഗ്യരംഗം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വർക്കാണ് ചെയ്തത്. അല്പനാൾ മുമ്പ് വരെ സജീവ കോൺഗ്രസുകാരനായ V. അബ്ദുറഹ്മാനെ സ്വതന്ത്രനാക്കുക വഴി മലപ്പുറം ജില്ലയിലെ പൊതുവെ പ്രകടമായുള്ള മുസ്ലിം ലീഗ് കോൺഗ്രസ് അനൈക്യം മുതലെടുക്കാമെന്ന് LDF കരുതുന്നു. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും KSU ജില്ലാ ഭാരവാഹിയുമായിരുന്ന അബ്ദുറഹ്മാൻ 15 വർഷം തിരൂർ നഗരസഭാ കൗൺസിലർ ആയിരുന്നു. ലീഗിൽ ആത്മവിശ്വാസം പ്രകടമാണെങ്കിലും UDF സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളും വികസന വിഷയങ്ങളും തന്നെയാകും ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുക. ഉണ്ടായ വികസനങ്ങൾ തന്നെ ഇടതുമുന്നണി ഭരണകാലത്ത് പാലൊളി മുഹമ്മദ് കുട്ടി നടപ്പാക്കിയവയാണെന്നാണ് മറുവാദം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മണ്ഡലങ്ങളിൽ പ്രത്യേക വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. എൻ്റെ ഈ സന്ദർശനത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് ആക്ഷേപങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ കാലത്തെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ മാറ്റിയെടുത്ത് ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു വികസന അജണ്ടയാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. മണ്ഡലത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് അംഗീകാരം നേടുക എന്നതാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും പരാജയം. റെയിൽവേ എടുത്താലും ടൂറിസം എടുത്താലും വിദ്യാഭ്യാസ രംഗമായാലും മറ്റെല്ലാ ആരോഗ്യ രംഗങ്ങളായാലും എല്ലാ രംഗങ്ങളിലും തികഞ്ഞ പരാജയം മാത്രം. ഈ MP ഫണ്ട് ചെലവഴിക്കുക എന്നത് 76% ആണ് പറയപ്പെടുന്നത്. പക്ഷേ അത് ഒരു ഓഫീസ് ബോയ് ഉണ്ടെങ്കിൽ, ഒരു ഓഫീസ് ക്ലർക്ക് ഉണ്ടെങ്കിൽ നടത്താവുന്ന ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര ഫണ്ട് എത്തിക്കുന്നതിൽ MP പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. കുറ്റിപ്പുറം പുതുപ്പൊന്നാനി ബൈപ്പാസ് നിർമ്മാണത്തിനായി കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാനാവാത്തതും വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മലപ്പുറം ജില്ലാ വിഭജനവാദവുമായി രംഗത്തെത്തിയ SDPIയും മത്സര രംഗത്തുണ്ട്. ഇക്രാമുൽ ഹക്കാണ് SDPI സ്ഥാനാർത്ഥി. മലപ്പുറം ജില്ലയിലെ ഈ പൊന്നാനി ആണെങ്കിലും മലപ്പുറം ആണെങ്കിലും ഇവിടെ യഥാർത്ഥത്തിൽ മത്സരമില്ല.
അത് LDF UDF മത്സരം ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ആ രീതിയിൽ ദൃശ്യമാകുന്നില്ല. യഥാർത്ഥത്തിൽ LDFും അതായത് CPMും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. യഥാർത്ഥത്തിൽ ഒരു മത്സരം നടത്തുന്നത് ഞങ്ങളാണ്. ഇവിടെ പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിൽ എല്ലാ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളും അതിനെ കൂടെ തന്നെ ജില്ലാ വിഭജനം എന്നുള്ള തിരൂർ ആസ്ഥാനമായുള്ള ഒരു ജില്ല എന്ന കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ച നടക്കും. ഞങ്ങൾ നടത്തിയ മലപ്പുറം എന്ത് നേടിയെന്നുള്ള സുപ്രധാനമായൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആവർത്തിക്കും. കെ നാരായണൻ മാസ്റ്റർ ആണ് BJP സ്ഥാനാർത്ഥി. സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നും NDAയ്ക്കും BJPക്കും അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 12-ാം തീയതി മുതൽ ഈ മണ്ഡലത്തിൽ കയറി ഇറങ്ങി ചില പ്രധാന വ്യക്തിത്വങ്ങളെയൊക്കെ കണ്ടപ്പോൾ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലും ഇതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ദൃശ്യമാകാൻ കഴിയുന്നുണ്ട്. വളരെയധികം മനോഹരമായ സവിശേഷതകളുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ. അതിനനുസരിച്ചുള്ള ഭാവനാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നാളിതുവരെയുള്ള ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പാർട്ടിയുടെ കുത്തക മണ്ഡലമായിരുന്നിട്ടും പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പുകൾ എന്നും വീറും വാശിയുമുള്ളതായിരുന്നു. കേരള രാഷ്ട്രീയം ഏറെക്കാലം ചർച്ച ചെയ്യുന്ന സംഭവവികാസങ്ങൾ ഇവിടെയുണ്ടായി. ജനകീയ വിഷയങ്ങൾ കൂടിയാകുമ്പോൾ ഇത്തവണത്തെ പ്രചരണവും ഫലവും ശ്രദ്ധയാകർഷിക്കുന്നതായിരിക്കും. പോയ തെരഞ്ഞെടുപ്പിൽ PDP ബാന്ധവം മൂലം CPMന്റെ സുരക്ഷിത വോട്ടുകളിൽ 17,500 വോട്ടുകൾ CPMന് ലഭിച്ചില്ല എന്നാണ് കണക്കാക്കുന്നത്. ഘടകകക്ഷികളിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണയും ഇടത് സ്വതന്ത്രനായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിക്ക് ഉണ്ടായിരുന്നില്ല. BJP 50,000-ലധികം വോട്ട് നേടുകയും ചെയ്തു. CPMന്റെ പുതിയ വോട്ട് ഫോർമുലകൾ ഫലം കണ്ടാൽ ETയുടെ വിജയം അനായാസമാവില്ല. ആര്യാടൻ മുഹമ്മദ് പാലം വലിക്കുകയും CPMന്റെ മുഴുവൻ വോട്ടും പോൾ ചെയ്യപ്പെടുകയും BJPയുടെ വോട്ടുകൾ ചോരുകയും ചെയ്താൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാകും പൊന്നാനിയിൽ ഇക്കുറി ഉണ്ടാവുക.